ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ 8ാമത്തെ ലെസണായിട്ട് നമ്മൾ ചെയ്തിരുന്ന ഒരു വീഡിയോ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ അടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന 25 ഇംഗ്ലീഷ് സെൻറ്റൻസുകളെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒത്തിരി മാതാപിതാക്കൾ എന്നോട് സജസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ കമൻറ്റിൽ റിക്വസ്റ്റ് ചോദിച്ച ഒരു കാര്യമാണ് കുട്ടികളും പാരൻസും പരസ്പരം സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരൻസും കുട്ടികളും പരസ്പരം സംസാരിക്കാൻ സാധിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തിരി വൈഡ് ഏരിയ ആണ് ഈ ഒരു സംഗതി. നമ്മുടെ വീട്ടിൽ ഒത്തിരി സമയം നമ്മൾ കുട്ടികളായിട്ട് സംസാരിക്കും, പല സിറ്റുവേഷനുകൾ നമുക്ക് സംസാരിക്കും. അപ്പോൾ ഒറ്റ വീഡിയോയിൽ നമുക്കത് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇന്ന് ഒരു കുഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ മുതൽ ആ കുഞ്ഞ് സ്കൂളിലേക്ക് പോകാനായിട്ട് തയ്യാറാകുന്നത് വരെ ഒരു മാതാവും അല്ലെങ്കിൽ ഒരു പിതാവും കുഞ്ഞുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണത്തിന് എന്തൊക്കെ സെൻറ്റൻസസ് ആയിരിക്കും ആവശ്യം എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടന്നാലോ. രാവിലെ തന്നെ ഒരു അമ്മ കുഞ്ഞിനെ വിളിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതല്ലേ അമ്മമാരുടെ ആദ്യത്തെ ചടങ്ങ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഥാപാത്രം ഈവ്ലിൻ എന്നാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഈവ്ലിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ കഥാപാത്രം. ഓക്കെ, അപ്പോൾ ഈവ്ലിനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ മുഴുവൻ സെൻറ്റൻസസും പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈവ്ലിനാണ് കിടന്നുറങ്ങണേ. അമ്മ ചെന്നിട്ട് ആദ്യം നമ്മൾ മലയാളത്തിൽ വിളിക്കുമ്പോൾ എങ്ങനെ, ഏയ് എണീക്ക്, ഇവലിൻ എണീറ്റേ എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ നമ്മൾ ഇനി മുതൽ മലയാളത്തിലല്ല കുഞ്ഞിനെ വിളിക്കാൻ പോകണം. പകരം നമ്മൾ വിളിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലാണ്. എങ്ങനെ വിളിക്കുക? ഹേ ഇവ്ലിൻ വേക്ക് അപ്പ്. ഓക്കെ, എങ്ങനെ പറയാ? ഹേ ഇവ്ലിൻ വേക്ക് അപ്പ്. ഓക്കെ, അപ്പം നമ്മുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ തന്നെ ഭൂരിഭാഗം പിള്ളേരും ചാടി എണീക്കേണ്ടതാണ്. പല ആവൃത്തി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ ചിലപ്പോൾ അവർ ചാടി എണീറ്റൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കുകയാണ് എങ്ങനെ, ഹേ ഇവ്ലിൻ വേക്ക് അപ്പ്. അങ്ങനെ നമ്മൾ കുഞ്ഞിനെ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുഞ്ഞ് ചോദിക്കുന്ന ആദ്യത്തെ റിക്വസ്റ്റ് എന്താ? അമ്മ ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ കിടന്നോട്ടെ എന്ന് ചോദിക്കും അല്ലേ. നമ്മൾ വിളിച്ച് അപ്പം തന്നെ ബഹുഭൂരിപക്ഷം പിള്ളേർ എണീറ്റ് വരില്ല. അപ്പോൾ ആരും ചോദിക്കും അമ്മ ഞാനൊരു 5 മിനിറ്റ് കൂടെ കിടന്നോട്ടെ എന്ന് ചോദിക്കും. ഓക്കെ, പാവം പിള്ളേർ. അപ്പം 5 മിനിറ്റ് കൂടി കിടന്നോട്ടെ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? ഗിവ് മീ 5 more minutes മമ്മി. ഓക്കെ, കൊച്ചു പറയാണ് അമ്മ ഒരു 5 മിനിറ്റ് കൂടെ എനിക്ക് തായും. എങ്ങനെയാണ്? ഗിവ് മീ 5 more minutes മമ്മി. ഓക്കെ, ഗിവ് മീ 5 more minutes മമ്മി. കുഞ്ഞിനത് നേരത്തെ പഠിപ്പിച്ചോളൂ. ഓക്കെ, നാളെ ഞാൻ നിന്നെ ഇംഗ്ലീഷിൽ വന്ന് വിളിക്കും, നീ ഇംഗ്ലീഷിൽ എന്നോട് ഇങ്ങനെ തിരിച്ച് മറുപടി പറയണമെന്ന് പറഞ്ഞു കേട്ടോ. അവൻ ഓർത്താൽ ചിലപ്പോൾ പറയും. അപ്പോൾ എങ്ങനെ പറയാ? ഗിവ് മീ 5 more minutes മമ്മി. ഓക്കെ, 5 മിനിറ്റ് കൊടുത്താ. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് നീ നന്നായിട്ട് ഉറങ്ങിയോ ഇന്നലെ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, നീ നന്നായിട്ട് ഉറങ്ങിയോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡിഡ് യു സ്ലീപ് വെൽ ലാസ്റ്റ് നൈറ്റ്? ഓക്കെ, എങ്ങനെ ചോദിക്കുക? ഡിഡ് യു സ്ലീപ് വെൽ ലാസ്റ്റ് നൈറ്റ്? നീ നന്നായിട്ട് ഉറങ്ങിയോ? എങ്ങനെ ചോദിക്കുക? നീ നന്നായിട്ട് ഉറങ്ങിയോ എന്ന് എങ്ങനെ ചോദിക്കുക? ഡിഡ് യു സ്ലീപ് വെൽ ലാസ്റ്റ് നൈറ്റ്? ഈ സെയിം സംഗതി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുമ്പോഴും നമുക്ക് ചോദിക്കാം കേട്ടോ. ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വന്നു, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നു, അവരൊരു രാത്രി താമസിച്ചു, പിറ്റേ ദിവസം രാവിലെ അവർ എണീറ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് അവരോട് ഈ സെയിം ചോദ്യം ചോദിക്കാം. എങ്ങനെ? ഡിഡ് യു സ്ലീപ് വെൽ ലാസ്റ്റ് നൈറ്റ്? നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയോ? ഓക്കെ, വീട് മാറിക്കിടന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ ചോദിക്കുക? ഡിഡ് യു സ്ലീപ് വെൽ ലാസ്റ്റ് നൈറ്റ്? ഓക്കെ, നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയോ? ഡിഡ് യു സ്ലീപ് വെൽ ലാസ്റ്റ് നൈറ്റ്? എൻ്റെ ഒപ്പം ഒന്ന് ചോദിക്കാമോ നിങ്ങളെല്ലാവരും കൂടി? ഡിഡ് യു സ്ലീപ് വെൽ ലാസ്റ്റ് നൈറ്റ്? ഓക്കെ, അപ്പോൾ കുഞ്ഞു പറയാണ് യെസ് ഐ സ്ലെപ്റ്റ് വെൽ. ഓക്കെ, ഞാൻ നന്നായിട്ട് ഉറങ്ങി കേട്ടോ. എന്നെങ്ങനെ പറയാം? ഐ സ്ലെപ്റ്റ് വെൽ. ഓക്കെ, എങ്ങനെ പറയാം? ഐ സ്ലെപ്റ്റ് വെൽ. ഓക്കെ, ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടത് എന്താ സ്ലെപ്റ്റ് എന്ന് ഉപയോഗിച്ചാണ്. ഓക്കെ, സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നാണ്, സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഉറങ്ങി എന്നാണ്. ഓക്കെ, സ്ലീപ്പിൻ്റെ പാസ്റ്റ് ഫോമാണ് സ്ലെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെ പറയാം? ഐ സ്ലെപ്റ്റ് വെൽ. ഓക്കെ, ഐ സ്ലെപ്റ്റ് വെൽ മോമി. ഓക്കെ, ഞാൻ നന്നായിട്ട് ഉറങ്ങി എന്ന് പറയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കുഞ്ഞ് എണീറ്റു എന്നൊക്കെ വിചാരിച്ചു. കുഞ്ഞ് എണീറ്റ് വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, കിച്ചണിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പറയും പോയി ബ്രഷ് ചെയ് ഇല്ലേ. നമ്മൾ പറയുന്ന അടുത്ത കാര്യമാണ് അല്ലേ. എന്ത്? പോയി ബ്രഷ് ചെയ്. ഇങ്ങനെ ആടി തൂങ്ങി നിൽക്കല്ലേ, പോയി ബ്രഷ് ചെയ്യുമെന്ന് പറയും. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഗോ ആൻഡ് ബ്രഷ് യുവർ ടീത്ത്. ഓക്കെ, എങ്ങനെ പറയാം? ഗോ ആൻഡ് ബ്രഷ് യുവർ ടീത്ത്. ഓക്കെ, നീ പോയി ഒന്ന് നന്നായിട്ട് ബ്രഷ് ഒക്കെ ചെയ്ത് ഗോ ആൻഡ് ബ്രഷ് യുവർ ടീത്ത്. ഗോ ആൻഡ് ബ്രഷ് യുവർ ടീത്ത് എന്ന് പറഞ്ഞ വശം അനുസരണയുള്ള കുഞ്ഞാണെങ്കിൽ പെട്ടെന്ന് ബ്രഷ് ചെയ്യാനായിട്ട് അങ്ങ് പോവും. അവിടെ ബ്രഷ് ചെയ്യാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർ പാതി മയക്കത്തിലായിരിക്കും, പകുതി സ്വപ്നത്തിലായിരിക്കും. അവർ നമ്മൾ വെച്ച പല സംഗതികളും കാണില്ല. അപ്പോൾ കുഞ്ഞ് ഉടനെ തന്നെ ചോദിക്കും. രാവിലെ തുടങ്ങി ചോദ്യങ്ങൾ തുടങ്ങും. എൻ്റെ ടൂത്ത് ബ്രഷ് കണ്ടോ? ഓക്കെ, കുട്ടിയുടെ ആദ്യത്തെ ചോദ്യമായിരിക്കുന്നത് എൻ്റെ ടൂത്ത് ബ്രഷ് കണ്ടോ? എങ്ങനെ ഇംഗ്ലീഷിൽ കുഞ്ഞത് ചോദിക്കുക? വെർ ഈസ് മൈ ടൂത്ത് ബ്രഷ് മമ്മി? എൻ്റെ ടൂത്ത് ബ്രഷ് എവിടെയാ? വെർ ഈസ് മൈ ടൂത്ത് ബ്രഷ് മമ്മി? ഓക്കെ, എൻ്റെ ടൂത്ത് ബ്രഷ് എവിടെയാ? എങ്ങനെ ചോദിക്കാം? വെർ ഈസ് മൈ ടൂത്ത് ബ്രഷ് മമ്മി? ഓക്കെ, സെയിം വേ വേണമെങ്കിൽ നമുക്ക് ടൂത്ത് പേസ്റ്റ് എവിടെയാണെന്ന് ചോദിക്കാം. എങ്ങനെയാണ്?
വെർ ഇസ് ദ ടൂത്ത് പേസ്റ്റ് മോമി? ഓക്കെ, ഇപ്പോൾ ടൂത്ത് ബ്രഷ് എവിടെയാണെന്ന് ചോദിക്കാം, ടൂത്ത് പേസ്റ്റ് എവിടെയാണെന്ന് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? വെർ ഈസ് മൈ ടൂത്ത് ബ്രഷ് മോമി? അല്ലെ ചോദിക്കുകയാണ് വെർ ഈസ് ദ ടൂത്ത് പേസ്റ്റ് മോമി? ഓക്കെ, അപ്പോൾ അമ്മ പറയാണ് അത് ഷെൽഫിലുണ്ട്. ഓക്കെ, ഷെൽഫിലുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദ ടൂത്ത് ബ്രഷ് ഇസ് ഇൻ ദ ഷെൽഫ്. ഓക്കെ, ടൂത്ത് ബ്രഷ് ഈസ് ഇൻ ദ ഷെൽഫ്. ഓക്കെ, ടൂത്ത് ബ്രഷ് ഷെൽഫിലുണ്ടെന്ന് പറയണം. ഓക്കെ, ടൂത്ത് ബ്രഷ് ഇസ് ഇൻ ദ ഷെൽഫ്. ഓക്കെ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം ടൂത്ത് ബ്രഷ് എന്ന് പറയേണ്ട കാര്യമില്ല. കൊച്ചു ഓൾറെഡി അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് ഇൻ ദ ഷെൽഫ്. ഓക്കെ, ഇറ്റ് ഇസ് ഇൻ ദ ഷെൽഫ്. അത് ഷെൽഫിലുണ്ടെന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടേബിളിന്റെ പുറത്തായിരിക്കും ഇരിക്കണം. ഇപ്പോൾ പറയാം ഇറ്റ്സ് ഓൺ ദ ടേബിൾ. ഓക്കെ, ടേബിളിന് മുകളിലുണ്ട്. ഇറ്റ്സ് ഓൺ ദ ടേബിൾ. അല്ലെങ്കിൽ പറയാം ഇറ്റ്സ് ഇൻ ദ ഷെൽഫ് എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ബ്രഷ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വന്നേക്കാന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ നമ്മൾ ഓൾറെഡി കുഞ്ഞിന് വേണ്ടിയിട്ട് സംഗതികളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അമ്മ പറയാണ് മോനെ ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമാണ്, നീ ബ്രേക്ക്ഫാസ്റ്റ് ആയിന്ന് ഡാഡിയുടെ അടുത്തൊന്ന് പറയാമോ? ഓക്കെ, ഇപ്പോൾ ഡാഡി ചിലപ്പോൾ ബിസി സ്കെഡ്യൂളിലായിരിക്കും, പുള്ളിക്കാരൻ ചിലപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുകയാണ് ഡാഡിയുടെ അടുത്തൊന്ന് ചെന്നിട്ട് പറയും ബ്രേക്ക്ഫാസ്റ്റ് ആയിന്ന്. അപ്പോൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമാണ്. ഓക്കെ, ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമാണ്. ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ക്യാൻ യു ടെൽ ഡാഡി ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി? ഓക്കെ, എങ്ങനെ പറയാം? ക്യാൻ യു ടെൽ ഡാഡി ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി? ഓക്കെ, അപ്പോൾ എങ്ങനെ പറയാം? ഡാഡിയോട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയെന്നൊന്ന് പറയും. ചിലപ്പോൾ ഡാഡി അതിന് മുമ്പ് ഒരു 2 പ്രാവശ്യം ചിലപ്പോൾ മമ്മിയുടെ അടുത്ത് നമ്മൾ അറിയാത്തപ്പോൾ വന്നിട്ടുണ്ടാവും, ചോദിച്ചിട്ടുണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ എന്ന്. റെഡി ആകുമ്പോൾ പറയാമെന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുക. ഇപ്പോൾ കുഞ്ഞിനോട് നമ്മൾ പറയാണ് ക്യാൻ യു ടെൽ ഡാഡി ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി? ഓക്കെ, ഇത് സെയിം സംഗതി തന്നെ. ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മുത്തച്ഛനുണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. എങ്ങനെയാണ്? ക്യാൻ യു ടെൽ ഗ്രാൻഡ് പാ ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി? ഓക്കെ, ക്യാൻ യു ടെൽ ഗ്രാൻഡ് പാ ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി? അല്ലെങ്കിൽ നമുക്ക് പറയാം ക്യാൻ യു ടെൽ അങ്കിൾ ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി? ഓക്കെ, ക്യാൻ യു ടെൽ അങ്കിൾ ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി? ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ പഠിച്ചു വെച്ചാൽ അത് പല സിറ്റുവേഷനുകളിൽ ജസ്റ്റ് പേര് മാറ്റി അല്ലെങ്കിൽ ആ വെർബ് ക്രിയ മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കുഞ്ഞിനോട് അച്ഛനെ വിളിക്കാൻ പറയാൻ പോകുമ്പോൾ കുഞ്ഞ് ചോദിക്കുകയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ? ഒരു സ്ഥിരം ചോദ്യം അല്ലേ നമ്മുടെ വീടുകളിൽ, ലഞ്ചിന് എന്താ, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ, ഇന്നത്തെ കറി എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് പിള്ളേരിങ്ങനെ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ കുഞ്ഞ് എങ്ങനെയാണ് ചോദിക്കുക? വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഓക്കെ, എങ്ങനെ ചോദിക്കുക? വാട്ട് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഓക്കെ, എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്? എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്? അപ്പോൾ ലഞ്ചിന് എന്താ ഉള്ളതെന്ന് എങ്ങനെ ചോദിക്കുക? വാട്ട്സ് ഫോർ ലഞ്ച് ടുഡേ? ഓക്കെ, വാട്ട് ഈസ് ഫോർ ലഞ്ച് ടുഡേ? ഓക്കെ, വാട്ട്സ് ഫോർ ലഞ്ച് ടുഡേ? ഇന്ന് എന്താ ലഞ്ചിനുള്ളത്? ഓക്കെ, വാട്ട്സ് ഫോർ ലഞ്ച് ടുഡേ? അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് ചോദിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഇങ്ങനെയാണ് ചോദിക്കുക. എങ്ങനെയാണ്? വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഓക്കെ, വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഓക്കെ, വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? കുട്ടികളൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചോളൂ. ലഞ്ചിന് അങ്ങനെ തന്നെ ചോദിപ്പിച്ചോളൂ. ഡിന്നറിനാണെങ്കിൽ കുട്ടികളോട് വന്നിട്ട് ചോദിക്കാൻ പറയണം. എങ്ങനെ? വാട്ട് ഈസ് ഫോർ ഡിന്നർ ടുഡേ? ഓക്കെ, വാട്ട് ഈസ് ഫോർ ഡിന്നർ ടുഡേ? അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കും. എന്താ? നിനക്ക് എന്താ വേണ്ടേ? നമ്മളൊരു റെസ്റ്റോറൻറ്റ് കൺസെപ്റ്റിലാണ് പറയുക. നിനക്ക് എന്താ വേണ്ടത്? എന്ത് ചോദിച്ചാലും ഇവിടെ റെഡി ആണെന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കും. നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? നിനക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത്? അങ്ങനെ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? വാട്ട് വുഡ് യു ലൈക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? വാട്ട് വുഡ് യു ലൈക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? നീ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? വാട്ട് വുഡ് യു ലൈക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ, സെയിം വേ ലഞ്ചിനും ഡിന്നറിനും ഒക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഒപ്പം ചിലപ്പോൾ നമ്മൾ ചോദിക്കും നിനക്ക് ബ്രെഡും ഓംലെറ്റും മതിയോ? അല്ലേ, കുറേ കുഞ്ഞുങ്ങൾക്ക് ബ്രെഡ് ഓംലെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പറയണം നിങ്ങൾക്ക് ബ്രെഡും ഓംലെറ്റും മതിയോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡു യു വാണ്ട് ബ്രെഡ് ആൻഡ് ഓംലെറ്റ്? ഓക്കെ, ചോദിക്കുകയാണ് എങ്ങനെ? ഡു യു വാണ്ട് ബ്രെഡ് ആൻഡ് ഓംലെറ്റ്? നിങ്ങൾക്ക് ബ്രെഡും ഓംലെറ്റും വേണോ? ഓക്കെ, എങ്ങനെ ചോദിക്കുക? ഡു യു വാണ്ട് ബ്രെഡ് ആൻഡ് ഓംലെറ്റ്? ഇപ്പോൾ ന്യൂഡിൽസ് വേണോന്ന് എങ്ങനെ ചോദിക്കുക? ഡു യു വാണ്ട് ന്യൂഡിൽസ്? ഓക്കെ, ഡു യു വാണ്ട് ന്യൂഡിൽസ്? അത് നമ്മൾ ചോദിക്കുകയാണ് നിനക്ക് റൈസ് വേണോ? ഡു യു വാണ്ട് റൈസ്? ബിരിയാണി വേണമെന്ന് എങ്ങനെ ചോദിക്കുക? ഡു യു വാണ്ട് ബിരിയാണി എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ കൊച്ചു പറയാണ് എനിക്ക് ഓംലെറ്റ് ഇഷ്ടമല്ല. ഓക്കെ, എനിക്ക് ഓംലെറ്റ് വേണ്ട, ബ്രെഡിൻ്റെ കൂടെ എനിക്ക് ഓംലെറ്റ് കോംബോ വേണ്ട. അപ്പോൾ കൊച്ചു പറയാണ് ഐ ഡോണ്ട് വാണ്ട് ഓംലെറ്റ്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ഓംലെറ്റ്, എനിക്ക് ഓംലെറ്റ് വേണ്ട. ഓക്കെ, പിള്ളേർക്ക് ചില സ്റ്റാർട്ടിങ്ങൾ ഉണ്ടാവില്ല, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കൊച്ചു പറയാണ് എനിക്ക് ഓംലെറ്റ് വേണ്ട. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ഡോണ്ട് വാണ്ട് ഓംലെറ്റ്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ഓംലെറ്റ്. ഓക്കെ, അത് പല രീതിയിൽ പറയാം. എനിക്ക് ന്യൂഡിൽസ് വേണ്ടാന്ന് കൊച്ചിനെ എങ്ങനെയാണ് പറയാൻ പഠിപ്പിക്കുക? ഐ ഡോണ്ട് വാണ്ട് ന്യൂഡിൽസ്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ന്യൂഡിൽസ്. ചിക്കൻ വേണ്ടാന്ന് നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുക? ഐ ഡോണ്ട് വാണ്ട് ചിക്കൻ. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ചിക്കൻ. ഓക്കെ, അപ്പോൾ എന്താ വേണ്ട, എനിക്കൊരു സാധനം വേണ്ട എന്ന് പറയാനായിട്ട് ഐ ഡോണ്ട് വാണ്ട് എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ഓംലെറ്റ്. ഓക്കെ, അവൻ തന്നെ സജഷൻ പറയാണ് എനിക്ക് ബ്രെഡും ജാമും മതി. ഓക്കെ, എനിക്ക് ബ്രെഡും ജാമും മതി. ഓംലെറ്റിനേക്കാളും ചിലപ്പോൾ അവന് കൂടുതൽ ഇഷ്ടം ജാമായിരിക്കും. ഓക്കെ, അപ്പോൾ അവൻ പറയാണ് ഐ വോണ്ട് ബ്രെഡ്
ആൻഡ് ജാം. ഓക്കെ, എങ്ങനെ പറയാം? ഐ വോണ്ട് ബ്രെഡ് ആൻഡ് ജാം. ഓക്കെ, ഐ വോണ്ട് ബ്രെഡ് ആൻഡ് ജാം. ഓക്കെ, അതിനർത്ഥം എന്താ? എനിക്ക് ബ്രെഡും ജാമും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ വേണം എന്ന് കാണിക്കാനായിട്ട് എന്ത് വാക്ക് ഉപയോഗിച്ച്? വോണ്ട് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ച്. ഓക്കെ, വോണ്ട്. ഓക്കെ, അപ്പോൾ ഐ വോണ്ട് എ പെൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്കൊരു പേന വേണം. ഓക്കെ, ഐ വോണ്ട് എ ബൈസൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്കൊരു ബൈസൈക്കിൾ വേണം. ഐ വോണ്ട് എ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കൊരു മോട്ടോർ സൈക്കിൾ വേണം. ഐ വോണ്ട് എ ഡ്രസ്. ഓക്കെ, എനിക്കൊരു ഡ്രസ്സ് വേണം. അപ്പോൾ ഐ വോണ്ട് എ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം പഠിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ സംസാരിക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇങ്ങനെ താളത്തിൽ പതിയെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയാണ്, നിനക്ക് സ്കൂളിൽ പോകേണ്ടതാണ്, വേഗം കഴിക്കും. ഓക്കെ, വേഗം കഴിക്കും, സ്കൂളിൽ പോകേണ്ട സമയമായി എന്ന് പറയാം. ഓക്കെ, വേഗം കഴിക്കും, സ്കൂളിൽ പോകേണ്ട സമയമായി എന്ന് പറയാം. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഫിനിഷ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് സൂൺ, ഇറ്റ്സ് ടൈം ടു ഗോ ടു സ്കൂൾ. ഓക്കെ, ഫിനിഷ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് സൂൺ, ഇറ്റ്സ് ടൈം ടു ഗോ ടു സ്കൂൾ. ഓക്കെ, പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് തീർക്ക്, നമുക്ക് സ്കൂളിൽ പോകാൻ സമയമായി അല്ലേ? സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഭക്ഷണം കൊടുക്കുന്ന ഒരു സമയം നമുക്ക് ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പോൾ നമ്മൾ പറയാണ് ഫിനിഷ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് സൂൺ, ഇറ്റ്സ് ടൈം ടു ഗോ ടു സ്കൂൾ. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്നും കൂടി പറഞ്ഞേ, ഫിനിഷ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് സൂൺ, ഇറ്റ്സ് ടൈം ടു ഗോ ടു സ്കൂൾ. ഓക്കെ, നമുക്ക് സ്കൂളിൽ പോകാനായിട്ട് സമയം. നമുക്ക് കുറച്ച് വേഗം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങി വായൊക്കെ കഴുകി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങളുടെ ഒരു ശരം വരും അല്ലേ? ചോദ്യങ്ങളുടെ ഒരു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഡ്രസ്സ് എവിടെയാണ്, എൻ്റെ ID കാർഡ് എവിടെയാണ്, എൻ്റെ സോക്സ് എവിടെയാണ്, ഷൂ എവിടെയാണ്, മാത്സ് ടെക്സ്റ്റ് എവിടെയാണ്, ഇംഗ്ലീഷ് ടെക്സ്റ്റ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കും. എങ്ങനെയാണ് കുഞ്ഞിനെ അത് ചോദിക്കാൻ പഠിപ്പിക്കുക? വേർ ഈസ് മൈ യൂണിഫോം. ഓക്കെ, വേർ ഈസ് മൈ യൂണിഫോം, എൻ്റെ യൂണിഫോം എവിടെയാണ്? എങ്ങനെ ചോദിക്കുക? വേർ ഈസ് മൈ യൂണിഫോം. ഓക്കെ, നേരത്തെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ചോദിച്ചായിരുന്നു വേർ ഈസ് മൈ ടൂത്ത് ബ്രഷ്. ഓക്കെ, വേർ ഈസ് മൈ ടൂത്ത് ബ്രഷ്. അപ്പം ഇങ്ങനെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, വേർ ഈസ് മൈ യൂണിഫോം. ഓക്കെ, വേർ ഈസ് മൈ യൂണിഫോം. അല്ലെങ്കിൽ ചോദിക്കാം വേർ ഈസ് മൈ ID കാർഡ്. ഓക്കെ, വേർ ഈസ് മൈ ID കാർഡ്. ഓക്കെ, വേർ ആർ മൈ സോക്സ്. ഓക്കെ, വേർ ആർ മൈ സോക്സ്. അല്ലെങ്കിൽ ചോദിക്കാം വേർ ഈസ് മൈ ഷൂ. ഓക്കെ, അങ്ങനെ പല രീതിയിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് നമ്മളോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ അവർ അതൊക്കെ ആ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തു എന്ന് വിചാരിക്കും. ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് അവരത് ഇടാനായിട്ട് വലിയ പാടാണ് അല്ലേ? ചില പിള്ളേർക്ക് ടൈ ഉണ്ടാവും, ചിലർക്ക് കോട്ട് ഉണ്ടാവും, ചിലർക്ക് ബെൽറ്റ് തന്നെ നമുക്കൊന്ന് സെറ്റാക്കാനൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരോട് ചോദിക്കുകയാണ് യൂണിഫോം ഇടാനായിട്ട് സഹായിക്കണോ എന്ന് ചോദിക്കുകയാണ് അല്ലേ? ഇപ്പം ഇംഗ്ലീഷിൽ ചോദിക്കാം എങ്ങനെ? Do I need to help you to wear the uniform? Okay, do I need to help you to wear the uniform? Uniform ഇടാൻ ഞാൻ നിന്നെ സഹായിക്കണോ? Okay, do I need to help you to wear the uniform? Okay, in the same way socks ഇടാൻ സഹായിക്കണോ എന്ന് നമുക്ക് ചോദിക്കും. എങ്ങനെ? Do I need to help you to wear the socks? Okay, അല്ലെങ്കിൽ ഷൂ ടൈ ചെയ്യാനായിട്ട് സഹായിക്കണോ? Do I need to help you to tie the shoes? Okay, അപ്പോൾ പല രീതിയിൽ നമുക്കിത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? Do I need to help you to wear the uniform? ഓക്കെ, യൂണിഫോം ധരിക്കാൻ നിന്നെ സഹായിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ് എൻ്റെ പൊന്നെ അമ്മയുടെ സഹായം എന്തായാലും ആവശ്യമാണ്. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഓക്കെ, മമ്മി ഐ വാണ്ട് യുവർ ഹെൽപ്പ്. ഓക്കെ, അല്ലെങ്കിൽ പറയും മമ്മി ഐ നീഡ് യുവർ ഹെൽപ്പ്. അല്ലെങ്കിൽ നമ്മൾ പിള്ളേർ ഇങ്ങനെ കൈ കൊതിർത്തിട്ട് പറയും പ്ലീസ് ഹെൽപ്പ് മീ മമ്മി എന്ന് പറയും അല്ലേ? ഓക്കെ, ദയവായിട്ട് എന്നെ ഒന്ന് സഹായിക്കും. ഓക്കെ, അപ്പോൾ മൂന്ന് നാല് രീതിയിൽ പറയും. ഓക്കെ, ഐ വാണ്ട് യുവർ ഹെൽപ്പ്, അല്ലെങ്കിൽ പറയാം ഐ നീഡ് യുവർ ഹെൽപ്പ്, അല്ലെങ്കിൽ പ്ലീസ് ഹെൽപ്പ് മീ ടു വെയർ മൈ യൂണിഫോം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ പല രീതിയിൽ നമുക്ക് കുട്ടികളെ ഇത് പറയാനായിട്ട് നമുക്ക് പഠിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, യൂണിഫോം ധരിക്കൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ പറയണം ഞാൻ റെഡി ആയിട്ടോ സ്കൂളിൽ പോകാനായിട്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ എം റെഡി ഫോർ സ്കൂൾ. ഓക്കെ, ഐ എം റെഡി ഫോർ സ്കൂൾ. ഓക്കെ, ഞാൻ സ്കൂളിൽ പോകാൻ റെഡിയായി. എങ്ങനെയാണെന്ന് ഒന്നും കൂടി പറഞ്ഞു നോക്കിയാൽ ഐ എം റെഡി ഫോർ സ്കൂൾ. ഓക്കെ, കുട്ടികൾ ഈ ഒരു സെൻറ്റൻസ് നന്നായിട്ട് പഠിപ്പിച്ചോളൂ. എല്ലാ ദിവസവും എല്ലാം സെറ്റായി കഴിയുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് പറയണം മമ്മി ഐ എം റെഡി ഫോർ സ്കൂൾ, പപ്പ ഐ എം റെഡി ഫോർ സ്കൂൾ. ഓക്കെ, ഞാൻ സ്കൂളിൽ പോകാൻ റെഡിയായി, ഐ എം റെഡി ഫോർ സ്കൂൾ എന്ന് നമ്മൾ പറയിപ്പിക്കണം. ഓക്കെ, ഐ എം റെഡി ഫോർ സ്കൂൾ. അപ്പോൾ അവൻ സ്കൂളിൽ പോകാൻ എവർ റെഡിയായി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് നീ എല്ലാം എടുത്തോ? അതൊരു അമ്മയുടെ കെയറിങ് ആണ് അല്ലേ? നീ ബുക്ക് എടുത്തോ, നീ പേന എടുത്തോ, നീ പെൻസിൽ എടുത്തോ, നീ ബോക്സ് എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം നമ്മൾ പറയും നീ എല്ലാം എടുത്തില്ലേ? ഓക്കെ, നീ എല്ലാം എടുത്തില്ലേ? ഇങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക ഡിഡ് യു ടേക്ക് എവറിത്തിങ്? ഓക്കെ, ഡിഡ് യു ടേക്ക് എവറിത്തിങ്? നീ എല്ലാം എടുത്തോ? ഡിഡ് യു ടേക്ക് എവറിത്തിങ്? നീ ഒന്നും മറന്നിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്. എങ്ങനെ? ഡിഡ് യു ടേക്ക് എവറിത്തിങ്? അപ്പോൾ അവൻ പറയുന്നു യെസ് മാമി ഐ ടുക്ക് എവറിത്തിങ്. ഓക്കെ, യെസ് മാമി ഐ ടുക്ക് എവറിത്തിങ്, ഞാൻ എല്ലാം എടുത്തു. ഓക്കെ, അപ്പോൾ ടേക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് ടുക്ക്. ഓക്കെ, ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക, ടുക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു. ഓക്കെ, ഐ ടുക്ക് എവറിത്തിങ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവൻ മമ്മിയോട് പറയാണ് മമ്മി see you in the evening, have a great time ahead. Okay, mummy see you in the evening, have a great time ahead.
മമ്മി ഈവനിങ്ങിൽ ഇനി കാണാം കേട്ടോ, നല്ലൊരു ദിവസം അമ്മയ്ക്ക് ഉണ്ടാകട്ടെ. മക്കളെ നിർബന്ധമായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു സെൻറ്റൻസ് ആണിത്. ഓക്കെ, മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവൻ്റെ അപ്പനെയും അമ്മയെയും വിഷ് ചെയ്തിട്ട് വേണം പോകാൻ. ഓക്കെ, എങ്ങനെ പറയണം? മമ്മി സീ യു ഇൻ ദി ഈവനിങ്. ഓക്കെ, അവർ പപ്പ സീ യു ഇൻ ദി ഈവനിങ്, ഹാവ് എ ഗ്രേറ്റ് ടൈം അഹെഡ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ വിഷ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹാവ് എ ബ്യൂട്ടിഫുൾ ടൈം അഹെഡ്, ഹാവ് എ വണ്ടർഫുൾ ഡേ, അല്ലെങ്കിൽ ഹാവ് എൻ ഓസം ഡേ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ലെസൺസ് ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വിഷിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളും തിരിച്ചവൻ വിഷ് ചെയ്യാണ്. എൻജോയ് യുവർ ഡേ ഇൻ ദി സ്കൂൾ. ഓക്കെ, എൻജോയ് യുവർ ഡേ ഇൻ സ്കൂൾ. നീ നന്നായിട്ട് സ്കൂളിൽ എൻജോയ്. ഓക്കെ, എൻജോയ് ദി ഡേ ഇൻ സ്കൂൾ. ഓക്കെ, എൻജോയ് ദി ഡേ ഇൻ സ്കൂൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ പറയാനായിട്ട് അമ്മ കുട്ടിയോട് പറയുന്നതും കുട്ടി അമ്മയോട് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ഒരു ദിവസവും കുട്ടിയോടുള്ള സംഭാഷണം ഇതിലൊന്നും അവസാനിക്കില്ല അല്ലേ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എഴുതി വയ്ക്കുക, കുഞ്ഞുങ്ങളെയും പറയാനായിട്ട് പഠിപ്പിക്കുക, നമ്മളും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പല ആവർത്തി വീഡിയോ കാണുക. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ട്രാക്കിലേക്ക് വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലിൻഡ്.